ഹേ ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് അച്ഛൻ്റെ വീട്ടിലാണ്. അച്ഛൻ്റെ വീട്ടിൽ ഇതെല്ലാം കേൾക്കാൻ പോകും. പാനം കിട്ടുന്നുണ്ട് കേൾക്കാനിരിക്കും. അച്ഛൻ്റെ വീട്ടിൽ വിരുന്നിന് വന്നതാണ്. ഇനി ഇവിടുന്ന് ഡ്രസ്സൊക്കെ ആയിട്ട് ചുമന്നുകൊണ്ട് അങ്ങോട്ട് പോകണം. അതൊരു അല്ലേ, അതൊക്കെ തന്നെ എടുക്കും. ഒരു അലമാരി മൊത്തം ഉണ്ട്. ഇതൊക്കെ ആരെടുക്കും? നല്ല ഐഡിയ കേസ്. ഞാൻ തന്നെ എടുക്കാം. കാണിച്ചുതരാം. ഡ്രസ്സ് കാണിച്ചുതരാം. കാണിച്ചു കൊടുത്ത്. വാവ്, ഇത് മൊത്തം ഉണ്ട്. നന്നായിരിക്കും. ഇതൊക്കെ ആര് ചുമക്കും? ഇതൊക്കെ ആര് തിന്ന്? നിങ്ങളുടെ ആന തിന്ന് എന്ന് പറയുന്നത്. ഇതൊക്കെ ആര് ചുമക്കും? ഓക്കെ, മടക്കാം. ഇത് മറ്റേ ഈ വീട്ടിന്റെ പാഴ്സലോനെ വിളിക്കുന്നവരെന്ന് തോന്നുന്നു. ഇതെല്ലാം മടക്കിയാണോ ഇരിക്കുന്നത്? ഇത് മടക്കുന്ന കാര്യമില്ല. ഏതൊക്കെ എടുക്കുന്നത്? ഇതൊക്കെ മടക്കിയതാ. ഇവിടെ ഇതൊക്കെ മടക്കിയാണോ വെച്ചേക്കുന്നത്? അപ്പം നമുക്ക് വലിയ മടക്കേണ്ട കാര്യമില്ല. ആവശ്യമുള്ളത് എടുക്കുക. കുറച്ചുകൂടെ വെച്ചേക്കും. അല്ല, കുറച്ചല്ല, വല്ലപ്പോഴും ഇവിടെ വരുമ്പോൾ ഇടാൻ. ഇതൊക്കെ നീ ഇട്ട് പോലും കണ്ടിട്ടില്ലല്ലോ. അതിങ്ങനെ ഒരെണ്ണം ഒരു പ്രാവശ്യം എടുക്കും, പിന്നെ ഇടത്തേ ഇല്ല. ഇവരെല്ലാം എങ്ങനെയാണോ? ഇതെവിടെയെങ്കിലും പോകും. ഇതെവിടെയെങ്കിലും പോകുന്നുണ്ടോ? പാവാടല്ലോ സ്കൂളിലാണ്. കഴിച്ച് കുളമാക്കിയ സാധനം ശരിയാണ്. ടൈറ്റാണോ? അതെടുക്കണ്ട. അത് ഇത്ര പട്ടുപാവാടകളാണെന്ന് അറിയാമോ? ഇതോ കളറൊക്കെ പോയത്? അതെങ്ങനെയാണ്? കഴിഞ്ഞ വർഷമാണ് അങ്ങേ വർഷം ഇതെന്താ ടോപ്പോ? നിന്റെ ഒരു കരിനീല ടോപ്പ് ഉണ്ടായിരുന്നോ നീ അന്ന് അവിടെ വന്നപ്പോഴത്തെ? ഉടലിൽ ഇത് മടക്കിയിലിരിക്കുന്നു. മടക്ക് എനിക്ക് അങ്ങോട്ട് ഇട്ടോണ്ട് പോകാൻ ഉടലി ജോർജ് ഇതിന്റെ ബാക്കിയില്ലേ? എന്റെ ബാക്കി ഷോയും ഉറക്കം വരുന്നു. പിന്നെ എന്താ നേരത്തെ ഞാൻ ഇതിലെ ഓടി നടക്കുമായിരുന്നു. ഇതാണ് ഞാൻ തന്നതിൻ്റെ അകത്തുള്ള ഇതായിരുന്നു. പാവാണ്. അതിൻ്റെ അകത്ത് വലിയതായിരുന്നു. ചെറിയ എന്നെ കാണുന്നുണ്ടോ? എന്നെ കാണുന്നുണ്ടോ? നോക്കിയേട്ടാ. ഇല്ല, നീ ഇച്ചിരി മാറി. എന്നെ കാണുന്നില്ല. എന്നെ കാണുന്നില്ല. നീ എന്തെങ്കിലും ഇട്.
ഇതുണ്ട് ഇത് അതാ എൻ്റെ സെറ്റിങ്ങുണ്ട് എല്ലാം വേണ്ടിയിട്ടാണ് നമുക്ക് ചെല്ലുമ്പോൾ എടുത്ത് വിഷുവിനുണ്ടാകുമ്പോഴത്തേക്ക് ഒരു ഫോട്ടോയും ആ വിഷുവിൻ്റെ വന്നപ്പോ ഇത് കണ്ടു ഇത് കളർ ഇളകുന്നല്ലോ ഇത് വേറെ എന്തോ കളർ ഇളകി ഇതിന് പിടിച്ചതാ ഇതല്ലേ കളർ ഇളകി ഇത് കളർ വേറെ എന്തോ കളർ ഇളകി പിടിച്ചതാണ് കുഴപ്പമില്ല അറിയില്ല വീട്ടിലോ വീട്ടിലിടാമോ അയ്യടാ ഒരൊറ്റ ഇടി കിട്ടതേ ഉള്ളൂ കണ്ടിട്ടേ ഇല്ലല്ലോ ഞാൻ പറഞ്ഞു അന്ന് ഞാൻ കൃഷ്ണമേള ഇവിടെ വാഴമേള എനിക്ക് ഭയങ്കര വാങ്ങല്ല എന്താണ് എനിക്ക് ഞാൻ മിണ്ടാതിരിക്കുന്ന ഇഷ്ടമല്ല ഞാൻ എപ്പോഴും ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും എനിക്ക് മിണ്ടി എൻ്റെ വാ കടിക്കുന്നു രാത്രി മാത്രമേ വാഴ സൂപ്പർ കമന്റ് ആയിരിക്കും വരാൻ പോകുന്നത് ഗൈസ് നിങ്ങൾക്ക് ഞാനൊരു റിക്വസ്റ്റ് പറയുകയാണ് ഞാൻ വന്നിട്ടെങ്കിലും ഫോളോവേഴ്സ് കയറിയെന്നെങ്കിലും പറയാം ഫോളോവേഴ്സ് കയറിയെന്നെങ്കിലും പറയാം നിങ്ങളൊരു അവസരം ഉണ്ടായിരുന്നു പ്ലീസ് മൈ റിക്വസ്റ്റ് കേട്ടല്ലോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഷെയർ ചെയ്യണ്ട നിങ്ങൾ എന്തെങ്കിലും ലൈക്ക് ചെയ്തില്ലേലും വേണ്ടി നിങ്ങൾ കാണുമെങ്കിലും ചെയ്യണം കേട്ടോ സൗണ്ട് കൊടുക്കും ഇത് മറ്റേ അല്ലേ നീ എന്റെ വായിക്കോട്ടെ കോൾ വിളിച്ചു എന്താ ഇത് എന്താ ഇത് കണ്ടിട്ട് കളർ ഇടയില്ലേ എല്ലാത്തിന്റെ കളർ പോവാ ഗേൾസ് നിങ്ങളാരും കൂടി കേട്ടോ ഇത് കളർ ഇതിന്റെ പോകുന്നതല്ല ഇത് പിടിക്കുന്ന മടക്ക് ഇത്രേ ഉള്ളോ അല്ല ഇത്ര ബാഗിനകത്ത് കുത്തി വെക്കും ഒരു ജീൻസ് എടുത്തേക്കാം കേട്ടോ എപ്പോഴും എനിക്ക് ചിലപ്പോൾ ജീൻസ് ഇടാൻ തോന്നുന്നത് നല്ലതാണ് കുഴപ്പമില്ലല്ലോ അല്ല ഇതിന്റെ ബാക്കി ഇത് എടുത്തു അത് മാത്രമേ ഉള്ളൂ ബ്ലൗസ് മാത്രമേ ഉള്ളൂ അത് ഇതെല്ലാം കൂടെ കെട്ടി അവിടെ കൊണ്ട് വെക്കരുത് കേട്ടണം എനിക്ക് തോന്നണമെന്ന് കേട്ടിട്ടില്ലേ തോന്നണമെന്ന് കേട്ടിട്ടുണ്ട് എനിക്കാണെങ്കിൽ ഏട്ടനോടൊന്നും പറയാൻ തോന്നി ഗൈസ് അപ്പോൾ എല്ലാവരും വിഷുവിൻ്റെ ഒക്കെ ആഘോഷങ്ങളൊക്കെ എവിടെ വരെയായി ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ആഘോഷങ്ങളൊന്നുമില്ല എന്തായാലും അമ്മ പിന്നെ വല്യമ്മ മരിച്ചുണ്ട് കേട്ടോ അത് കുഴപ്പമില്ല ഇപ്പഴേ ചോദിക്കാം ഗൈസ് അങ്ങനെ ഒരു ബാഗ് ഫുള്ള് നിറച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇനിയും ഉണ്ട് ദേ ഇനിയും കിടക്കുന്നു അതിനിടയ്ക്ക് ഗൈസ് മെമ്മറി ഫുള്ളായപ്പം പകുതി എടുത്ത് ബാഗിനകത്ത് ഇങ്ങനെ നിറയ്ക്കുന്നതൊക്കെ പോയി ഞാൻ പിന്നെ കുറേ വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു വീണ്ടും ഞങ്ങൾ അടുത്ത ബാഗിലേക്ക് നിറയ്ക്കാൻ പോകുന്നു 2 ബാഗ് തീർന്നല്ലേ വേറെ ബാഗില്ല അല്ലെ പിന്നെ വണ്ടിക്കകത്ത് വെക്കണം അല്ലെങ്കിൽ അതിൻ്റെ ഹെവിറ്റിയുടെ പാഴ്സലിൽ ഒരു പറയും അതെ ചാക്ക് കെട്ടി വെക്കാം അത് നല്ലതായിരിക്കും അപ്പോൾ ഒരു ബാഗ് ഫുള്ളായി ഇനിയിപ്പോൾ അത് സെറ്റാക്കി വെക്കട്ടെ എടി ഇത് അടയോ എന്തോ കേട്ടോടെ സ്റ്റിക്കർ പോലും കിട്ടിയിട്ടില്ല 2800 ആരെടുത്തൊന്ന് മദർ തെരേസ ഇത് പൊട്ടിപ്പോയി
ഞാനാ അന്ന് അവിടുന്ന് തുണിയും കൊണ്ട് വന്നത്. ഞാനല്ല ഞാനല്ല ഗൈസ്, ഞാനല്ല ഗൈസ്. ഞാനല്ല നല്ല കയ്യാ. എന്തൊക്കെയോ അതിനകത്തിരിക്കുന്ന നമ്മുടെ തുണി ചെറിയ ബാഗാണ് കേട്ടോ. അതിനകത്തിരിക്കുന്ന നമ്മുടെ തുണി ഇങ്ങോട്ട് എനിക്ക് കുറച്ചൊക്കെ ഇവിടെ വെച്ചിട്ട് പോകാം. എല്ലാം കൂടെ വാങ്ങി തെറ്റിട്ടുണ്ട്. അല്ല ഞാനും പറഞ്ഞു. അയ്യോ എന്റെ ലേസ് ഗൈസ്, ഇന്നലെ ലേസ് മേടിച്ചത് കഴിക്കും. വെള്ളം മതി. എഴുതി എരിവുണ്ട നോക്കിയാണ് ഗൈസ്. 10 രൂപയുടെ ലേസിൽ 10 എണ്ണം പോലും തികച്ചില്ല ഗൈസ്. ഇനി പാവാടയുണ്ട്, അതിന്റെ കൂടെ ഇടാനായിട്ട് ഒരു ബ്ലൗസ് ഇല്ല. പകല് കിടന്നുറങ്ങിയാൽ രാത്രി ഉറക്കം വരത്തില്ല ഗൈസ്. അതുകൊണ്ട് ഇന്നലെ രാത്രി ഉറങ്ങാൻ 1 മണി എങ്ങാണ്ടായി ഉറങ്ങിയ. പകല് വന്നിട്ട് കിടന്നുറങ്ങാൻ അത്രയും നേരം ഉറങ്ങി. എനിക്ക് പകൽ ഉറങ്ങിയാൽ അങ്ങനെ വേണം. ഇത് സിസ്ലിംഗ് ഹോട്ട് എന്നൊക്കെ എഴുതിച്ചിട്ടുണ്ട്. എരിവൊന്നുമില്ല ഗൈസ്, ചുമ്മാ ചെറിയ എരിവുള്ളൂ. സിസിലിയോ? സിസിലി അല്ല, സിസിലിയും ഹോട്ടെന്ന് വെച്ചാൽ ഹോട്ടെന്ന് കേട്ടിട്ടുണ്ട്. ആ ഹോട്ടല്ല ഈ ഹോട്ടൽ തെരുവ്. ഞാനേ മലയാളം കൂടി വരാം. ഇംഗ്ലീഷ് അറിയില്ല കേട്ടോ. ഹോട്ട് എന്ന് പറഞ്ഞാൽ അറിയാൻ പറ്റിയ ഇംഗ്ലീഷ് അറിയേണ്ട കാര്യമൊന്നുമില്ല. ആര് പറയും വേണം. ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ ഈ പാവങ്ങളുടെ സ്കൂളിൽ ഇങ്ങനെ അവര് പഠിപ്പിക്കത്തൊന്നുമില്ലായിരുന്നു. ഇവരൊക്കെ VIP ടീമുകൾ. VIP കാർക്കെല്ലാം അറിയാം. നമ്മളെ പാവങ്ങൾ വേറും. നിങ്ങൾ പാവം കാട്ടിയ അതെന്തോ ഇടയ്ക്ക് ഇങ്ങനെയുള്ളതാ, പേടിക്കണ്ട. ഏട്ടാ പിന്നെ തിന്നായിട്ട് ഇന്നത്തെ ദിവസം ഒന്നും കഴിച്ചിട്ടില്ലാത്ത രീതിയിലാണ്. 3 ഇഡലി, മുട്ട പുഴുങ്ങിയത്, 2 ഗ്ലാസ് ചായ, 1 ഗ്ലാസ് ചായ. ഞാൻ 5 ഇഡലി, 5 ഇഡലി, 1 മുട്ട പുഴുങ്ങിയത്, 1 ഗ്ലാസ് ചായ. ഇഡലിയും സാമ്പാറും മൈ ഫേവറേറ്റ്. നിങ്ങൾക്ക് ഇഷ്ടമാണ് ഇഡലിയും സാമ്പാറും? ഇത് എന്ത് ഇഷ്ടമാണെങ്കിലും ഇത് 2ഉം 3ഉം. പക്ഷെ ഞാനങ്ങനല്ല കേട്ടോ. എന്നെ ഞാൻ ഡയറ്റില് നമ്മള് സൈസ് ഹീറോ. അതല്ല ഞാൻ പറഞ്ഞു നിന്നോട് എന്തെങ്കിലും വെക്കാൻ. ടു മുഷ്കിൽ ഗൈസ്. ഇവരുടെ തുണിയെല്ലാം കൂടെ എടുത്തിട്ടുണ്ടല്ലോ. എനിക്കാകെ ഒരു 6-7 ഷർട്ടും ഉണ്ട്, 2 ജീൻസും ഉണ്ട്. ഇതെല്ലാം കൊണ്ട് അവിടെ കൊണ്ട് മടക്കും ഗൈസ്. മടക്കും ചുരുട്ടിക്കൂട്ടി അവിടെ കൊണ്ടെങ്കിൽ ഇടുന്നു. ഈ ബാഗ് നിറഞ്ഞ ഗൈസ്. ഇനിയിപ്പോ അടുത്ത വല്ല കാലത്തീറ്റ ചാക്ക് വരെ വെക്കണ്ട പിന്നെ എല്ലാം കൂടെ. അതിനൊക്കെ സിബ് ഇടാൻ പറ്റത്തില്ലായിരുന്നു. ആരത് ഉടുപ്പൊക്കെ കിടക്കുന്ന മാറ്റി വെച്ചതല്ലേ. ഇത് വണ്ടിയാ ഇടാം. ഇതിന് എവിടുന്നു ഉടുപ്പൊക്കെ കയ്യില്ലല്ലോ. ഗൈസ്, നിങ്ങളുടെ ഏറ്റവും വലിയ ഭ്രാന്താണ് ലോട്ടറി. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഭ്രാന്തുണ്ടോ? എന്തെങ്കിലും കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ഇടുക. പിന്നെ അവർക്ക് അതിൽ
എടി ഇന്നത്തെ ഉണ്ട് ഒരെണ്ണം ഇന്നലത്തെ ഉണ്ട്. ഇന്നലത്തെ നോക്ക് നോക്ക്. ഈ പൈസ പേഴ്സ് വെച്ചു. ഞാൻ പേഴ്സ് എടുത്തില്ല ഗൈസ്. അങ്ങനെ അതാ നോക്കൂ. 1 2 3 നോക്ക്. ഇതൊന്ന് 4. മൊത്തം 4 പവർ സാധനങ്ങളാണ് ഇത് ഇരിക്കുന്നതിൻ്റെ. കണ്ട ലോട്ടറി റിസൾട്ട് നോക്കുക. ലോട്ടറി ഭ്രാന്ത്. പിന്നെ ഒരു പാവ കയറ്റാനുണ്ട്. പിന്നെ ഉള്ളത് ഇതാ ഇവനെ അങ്ങ് കയറ്റണം. ഞങ്ങളുടെ മഞ്ചിക്കുട്ടൻ. മഞ്ചിക്കുട്ടാ വന്നേ, ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വന്നേ. എൻ്റെ അടുത്തൊരു മീനുണ്ട് ഗൈസ്. ഇങ്ങോട്ട് വാ. മഞ്ചി. ഇതിൻ്റെ പേര് മഞ്ചി എന്നാ ഗൈസ്. ആ അതെ അതെ കണ്ടോ. ഹേ ഗൈസ്, അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. സാധന സാമഗ്രികളൊക്കെ ഇരിക്കുന്നെങ്കിൽ ഇതൊക്കെ നാളെ അറേഞ്ച് ചെയ്യണം. അപ്പോൾ ഗൈസ് ഇനിയിപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഓക്കെ.